ജയലളിതയുടെ നിര്യാണത്തെ തുടർന്ന് ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. കൂടാതെ ജയലളിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുകയാണ് ദില്ലിയിൽ നിന്നും. മനു, എപ്പോഴാണ് പ്രധാനമന്ത്രി ചെന്നൈയിലേക്ക് എത്തുക? മറ്റ് കേന്ദ്ര പരിപാടികൾ എന്തൊക്കെയാണ്? സ്വരാജ്, ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണത്തിനാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് 2 മന്ത്രിമാർ, വാർത്താ വിതരണ മന്ത്രി വെങ്കയ്യ നായിഡുവും അതോടൊപ്പം തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള പൊൻ രാധാകൃഷ്ണൻ എന്നിവരെ കൂടിയാണ് മന്ത്രിസഭയെ പ്രതിനിധീകരിച്ച് ചെന്നൈയിലേക്ക് എത്തുക. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു ഇപ്പോൾ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പൊൻ രാധാകൃഷ്ണൻ കൂടി അല്പസമയങ്ങൾക്കകം ചെന്നൈയിൽ എത്തിച്ചേരും. വിവിധ സംസ്ഥാനങ്ങളിൽ ദുഃഖാചരണത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തമിഴ്നാടിനും കേരളത്തിനും മറ്റു സംസ്ഥാനങ്ങൾക്കും പുറമെ ഉത്തരാഖണ്ഡിലും അതോടൊപ്പം ബീഹാറിലും 2 ദിവസത്തെ ദുഃഖാചരണത്തിന് സംസ്ഥാന മുഖ്യമന്ത്രിമാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം രാജ്യസഭ MP ആയ സ്ഥിതിക്ക് പാർലമെന്റിൽ 2 ദിവസം ദുഃഖാചരണം ആചരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ അബ്ദുൾ ബാസിദും ജയലളിതയുടെ മരണ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ അനുശോചനം അറിയിച്ചിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഊർജ്ജസ്വലിയായ രാഷ്ട്രീയ നേതാവിനെയാണ് നഷ്ടമായതെന്നും പാവപ്പെട്ടവരുടെ നേതാവിനെയാണ് നഷ്ടമായതെന്നും രാഷ്ട്രപതി പ്രണബ് മുഖർജി അനുശോചിച്ചിരുന്നു. ഈ വാർത്ത അറിഞ്ഞ് തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ ഔദ്യോഗികമായ അനുശോചനം അറിയിച്ചിരുന്നു. ജയലളിതയുടെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച വനിതാ രാഷ്ട്രീയ നേതാവിനെയാണ് നഷ്ടമായതെന്നാണ് പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ അനുശോചനമായി അറിയിച്ചത്. അല്പസമയങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രി ചെന്നൈയിലേക്ക് എത്തിച്ചേരും. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു ഇപ്പോൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. പൊൻ രാധാകൃഷ്ണൻ കൂടി അല്പസമയങ്ങൾക്കകം എത്തിച്ചേരും. ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വരാജ്. ശരി, മനുശങ്കരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം ഇന്ന് നടക്കുന്നു. ജയലളിതയുടെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ആയിരങ്ങളാണ് ചെന്നൈയിലെ രാജാജി നഗറിലുള്ള വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.